അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് മാക്സിമം കണ്ടാണ് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ടില്ല, അങ്ങാടിയും സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പൊ നമുക്ക് പരിപാടിക്ക് തുടങ്ങാണ്. ഈ മഴ നല്ല മഴയാണ്. ഇത് പോയിട്ട് പഠിച്ചപ്പോ നമ്മളെ പറ്റിച്ച കോലാണ്. അപ്പൊ നിങ്ങളും പറ്റിച്ചാൽ നിൽക്കുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മഴയാണ്, ഈ മഴ ഇതായിട്ട് വേണം ഇപ്പൊ ഇനി മസാല കൂട്ടി അടുപ്പ് കൂട്ടാന്. അപ്പൊ ഞങ്ങളിപ്പോ ശരിയാവുന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ നിങ്ങളും കൂടി സപ്പോർട്ട് വേണം. ചാനലിന്റെ പേര് ട്രഡീഷണൽ കുക്കിംഗ് ആൻഡ് ട്രാവലിംഗ് ആണ്. നമ്മളെ നാട്ടും പുറത്തു കൂടെ അല്ല ഓരോ മാനദരങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ചിരിച്ചാലും കളിച്ചാലും നമ്മളെ നാട്ടിലത്തെ എല്ലാരെ നിങ്ങളെ നാട്ടിലൊക്കെ നിങ്ങളെന്താ അവതരിപ്പിക്കാൻ ശ്രമിക്കാണ്. ആ തലക്കത്തെ രണ്ടാളുകളെ ഒന്ന് മാറ്റാമോ? വന്നിട്ട് വേണം മക്കൾ എന്തിനൊക്കെ തുടങ്ങാൻ. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മൾ കാന്താരി ചിക്കൻ പൊള്ളിച്ചാൻ കിടക്കുകയാണ്. ഇപ്പൊ കാന്താരിയാണ് ഇതിന്റെ മെയിന്. ആവശ്യത്തിന് എടുക്കുക, അല്ലെങ്കിൽ കണ്ണു മൂക്കൊന്നും വെള്ളം വന്നാൽ നമ്മൾ അറിയില്ല കേട്ടോ. ഇനി കാന്താരി അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിൽ കൂട്ടാനുള്ള മസാല എന്താ വെച്ചാൽ ഇത് വെളുത്തുള്ളി ചാച്ചാണ്. ഇതാണ് നമ്മളെ കാന്താരി ഇഞ്ചിയും പാടെ കൂട്ടിച്ചയച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഇതാ ചെറുള്ളി നല്ലോണം ചാച്ചിടണം. പിന്നെ മഞ്ഞപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ അപ്പുറത്ത് ഉപ്പും. പിന്നെ കോഴി കണ്ടില്ല നല്ലതായിട്ട് പെരത്തി നല്ല ഏൽക്ക് വെക്കണം. കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ നല്ല പെരത്തി കട്ട് ചെയ്ത് ലെഗ് പീസ് ആണെങ്കിൽ അടിച്ച് പെരത്തുക. ഓക്കെ, കട്ട് നമ്മൾ ഈ കണ്ട സാധനം മൊത്തം കുത്തിച്ചയച്ചത് ഇതാ ഇങ്ങനെയാണ്. ആ കുത്തിച്ചയച്ചായിട്ട് കൊടുത്താൽ മസാല കൂട്ടാനേ ഇതൊക്കെ പാടെ ഒന്നിക്കണം ഇട്ട് കൂട്ടുക. ഉള്ളിയും ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് കോഴിയിൽ പറ്റണം. ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ട് നന്നാക്കി കുഴക്കുക. അപ്പം നമ്മളെ മസാല കൂട്ട് റെഡി ആയിക്കണേ. ഇനി അത് കോഴിമ തേച്ച് പറ്റണം. നന്നായി ഉള്ളിലേക്ക് ഇറങ്ങണ രീതിയിൽ പറ്റിയിടണേ. ശരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് വൈകുന്നേരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അത്രയും കൂടും. അങ്ങനെ നമ്മളെ മസാല കൂട്ടി കഴിഞ്ഞിക്കണ്. ഇനി വേണ്ടിയത് നമുക്ക് അടുപ്പുണ്ടാക്കണം. 1 മണിക്കൂറൊക്കെ ഇതിന് എരും പുളിയും പിടിച്ചാൽ നിൽക്കണമല്ലോ. അപ്പം നമ്മൾ അടുപ്പുണ്ടാക്കണതിന് 1 മണിക്കൂർ എടുക്കണം. തീ പിടിച്ചണ്ടേ മതി. ഏതെങ്കിലും റബ്ബർ തോട്ടത്തിന് വല്ല ചെട്ടും കിട്ടു വെക്കണോ അതൊക്കെ പാടേ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. നടക്കുള്ളൂ. ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ സെറ്റൊക്കെ ഉണ്ടാക്കാൻ നോക്കല്ലേ. പിന്നെ മുതലാളി എപ്പോഴാണാവോ വന്ന് എന്തേലും പറയാം. കുറച്ച് നാരങ്ങ നമ്മൾ ഇതിൽ ചെറിയൊരു പുളിക്കും വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിടണം. ഇത് സാധനം ഇനി ചേർക്കാണ്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ നേരത്തെ നമ്മൾ ചേർക്കുള്ളത്. ഇയാളുടെ അടുപ്പ് റെഡിയാണ്. ഇത് പൊറാട്ടക്കല്ലാണ്. വീട്ടിൽ നിന്ന് എടുത്തോണ്ടാണ്. വീട്ടിൽ നിന്ന് ചെല്ലുമ്പോൾ കുറച്ച് ചീത്തയൊക്കെ കേൾക്കാം. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കാര്യം നടക്കണ്ടേ. അപ്പോൾ തീ പിടിപ്പിക്കണം ആദ്യം.
അങ്ങനെ നമ്മളെ പൊള്ളിച്ചാലുള്ള ചട്ടി ചൂടായിക്കണേ, അതിക്കുള്ള എണ്ണ ഒഴിച്ചാണ് ആരിസിക്കാണ് നമ്മള് കുക്ക് ചെയ്യണത്. ആരിസിക്ക ആദ്യം പീസ് ഇട്ട് എന്താ ആരിസിക്ക നല്ല ഉണ്ടില്ലേ, ചൂടായില്ലേ? ഒരു ചൈന കുക്ക് മോഡലാണ് നമ്മളെ ഈ കാന്താരി പൊള്ളിച്ചത്. ഇപ്പൊ കാണുന്നുണ്ടാവും നിങ്ങള് നമ്മളെ ക്യാമറയില്. ഇതാണ് കാന്താരിന്റെ വേറെ റെസിപ്പി ആണ്. കൂട്ടെന്ന് പറഞ്ഞിട്ടാ അത് മല്ലിച്ചപ്പും കാന്താരും പാടെ കൂട്ടുന്ന അരച്ചൊരു വെറൈറ്റി ആക്കിയതാണ് ഞങ്ങള്. നല്ല എരിയ കേട്ടോ. തന്നിട്ടൊരു കുട്ടുണ്ട്. അള്ളാ കണ്ണും മൂക്കൊക്കെ ആകെ തൊള്ളിനൊക്കെ വെള്ളം തരുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരെന്താണ് അയച്ചിട്ടാ? നമ്മള് കാന്താരി പൊളിച്ചത്. ഉള്ളി കൂടെ മാത്രം നല്ലപ്പോ വെള്ളം തരിക. കാന്താരി സ്പെഷ്യൽ പൊള്ളിച്ചതാണ്. എല്ലായിടത്തും ഇങ്ങനെ പൊള്ളിച്ചൂല, ഞങ്ങള് മാത്രമേ പീസ് വെന്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അമർത്തുന്ന സാധനം ഇവിടെ അടുത്താൽ മതി. ഇതൊക്കെ ആവശ്യം കിട്ടോ. ഈ ഒരു സാധനമാണ് നമ്മളിത് അമർത്താൻ പറ്റുന്നത്. നല്ലോണം മെനക്കണം. നല്ലോ പണിക്കണം. ആ നല്ല പണിയെടുത്താൽ തിന്നാൻ ചോദിക്കും. പകുതി അങ്ങനെ ഏകദേശം 20 മിനിറ്റ് വേണം. ഇത് ഓവറായി കത്തിച്ചാൽ ചൈനീസ് കുക്കാവും. തീയ താഴെ പാറി ഒരു നേരം തീയൊക്കെ കത്തിച്ച് അതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അടി ഓവറായി പിടിക്കാത്ത കോലത്തിൽ ഇടക്കിടക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏതെണ്ണ ആയാലും സൺഫ്ലവർ ആയാലും നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും വെളിച്ചെണ്ണ ആകുമ്പോൾ. ഏകദേശം ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആരിസ്ക്കാണ് കുക്ക്, ഒപ്പം നമ്മളെ ആഷിഫും ഉണ്ട്. ചിക്കൻ ഏകദേശം ആയിക്കോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒന്ന് കഴിക്കണേ. നമ്മളിത് എവിടുന്ന കഴിക്കുന്ന നമ്മൾ മസാല ഒക്കെ കൂട്ടി അതേ സ്ഥലത്ത് നിന്ന് വേണം കഴിക്കാൻ. അവിടെ മഴ കാരണം നമ്മൾ ഇങ്ങോട്ട് നീങ്ങിയതാണ്. ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ആയിക്കണേ. അത് മസില് പിടിച്ചാതെ മസാല ഉണ്ടാക്കാൻ പറയും. കാന്താരി പൊള്ളിച്ചത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി. നമുക്ക് കഴിക്കാനുള്ള നല്ലൊരു സ്ഥലം, മഴ ഇല്ലാത്തൊരു സ്ഥലം നോക്കണം. കുറച്ച് വൈബൊക്കെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ അപ്പൊ കണ്ടിട്ട് നല്ല അടിപൊളി കാന്താരി പൊള്ളിച്ചതാണ്. തിന്ന് നോക്കിയിട്ട് പറയാം, അഭിപ്രായം പറയാം. അഭിപ്രായം പറയാം. എന്നാലും മോശമാണെങ്കിൽ കുട്ടികളെ ചരിത്താണ് കൂടുതൽ പറഞ്ഞത്. കുട്ടിമ ഉണ്ടാക്കുന്ന മോശം ആകലില്ല. വാസിക്കതറിയാം, നമ്മൾ ഉണ്ടാക്കുന്നത് മോശമില്ല. ഇതൊക്കെ മസാലകളാട്ടോ. ഈ കരിഞ്ഞെടുക്കൊന്നും അതൊന്നും ഒരു കച്ചപ്പാണ്. കച്ചപ്പാണ്. അതൊന്നും പ്രശ്നമാക്കി വെക്കണ്ട. സാധനം കഴിഞ്ഞിട്ടൊന്നുമില്ല. കാര്യം നമ്മളിവിടുന്ന് വിട്ടു പോയിട്ടില്ല. ചിക്കൻ ഏകദേശമായി പൂർണ്ണമായി. കഴിക്കുമ്പോൾ നമ്മൾ ബാക്കി വിവരങ്ങൾ തരുന്നതാണ്. അതെ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങൾ പറയാം. കഴിക്കാത്തിക്കണ് ഫുഡ് അന്ന് അങ്ങനെ നല്ല വായൻ്റെ എല്ലാം വെട്ടി അയക്കാണ് ഇടണേ. ഇതൊക്കെ നമ്മള് ചെക്കന്മാരെന്നെ കേട്ടോ, നമ്മളെ കാണുന്ന കുണ്ടന്മാർ തന്നെയാണ്. ഇപ്പൊ എന്നാ ഫുഡ് കഴിക്കാണ്. കുറച്ച് രസകരമായ കാഴ്ചകൾ കാണാം.
നമ്മളെ തീറ്റ എല്ലാവരും തിന്നാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ റെഡിയാണ്. റൊട്ടി എല്ലാം റെഡി ആയിക്കണ്. നമ്മളെ കുഞ്ഞാവ ഓനിവിടെ നാരങ്ങ വീഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഹാരിസിക്കാന്റെ ഒരു വെറൈറ്റി ആണ് അതിഥി നമ്മളെ കുഞ്ഞാണി, സൗദി കുഞ്ഞാണി. കുഞ്ഞാണി ടേസ്റ്റ് ചോദിക്കാണ്ട് നമ്മളെ കാര്യങ്ങള് വിലയിരുത്താണ് നമ്മളെ കുറിച്ച്. എങ്ങനെയാണ് കുഞ്ഞാണിയാണ്. അതെ, കുഞ്ഞാണി പ്രത്യേക കഴിക്കാൻ പോവാണ്. കുഞ്ഞാണി ടെസ്റ്റ് ചെയ്യാൻ വരും, കടന്നു വരും. കഴിക്കാൻ പോവാണ്. അപ്പൊ വന്നേ നമ്മളെ സ്പെഷ്യൽ അതിഥിയായ കുഞ്ഞാണിക്കാക്കയാണ് ഇന്ന് നമ്മളെ റെസിപ്പി ടേസ്റ്റ് ചെയ്യണത്. കുഞ്ഞാണിക്കാക്ക ഒന്ന് നോക്കി അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് കുഞ്ഞാണിക്കാക്ക നമ്മളെ പുതിയ കാന്താരി ചിക്കൻ പൊള്ളിച്ചത്? അടിപൊളി. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് വെച്ചാല് നമുക്ക് പണിയില്ലാതെ പെരയെ കുത്തിറക്കുമ്പോൾ പെരയത്തോല് പറഞ്ഞ് എന്താടാ എനിക്ക് പണിക്ക് പോയിക്കൂടെ, നാട്ടിൽ കുത്തിറക്കുമ്പോൾ എന്നും ഈ മൂന്ന് തന്നെ പറഞ്ഞാണ് നമ്മള് ഒരു ഒഴിഞ്ഞു പോയി കാണുന്ന ഒരു പരിപാടിക്ക് നിന്നാണിത്. അപ്പൊ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യേ, വെല്ലടിക്കേ, കൊണ്ട് ഇടങ്ങാറാക്കല്ലേ.